ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മലയാളികൾ അന്നും ഇന്നും എന്നും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മലബാറിൻ്റെ സ്വന്തം കിഴങ്ങ് ബോണ്ടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഈ റമദാനിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായ പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരുന്ന ടൈമിൽ 3 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 2 വലിയ സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 പൊട്ടാറ്റോ പുഴുങ്ങി അല്പം ഉപ്പിട്ടതിന് ശേഷം പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കൈവച്ചിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പൊട്ടാറ്റോയും സവാളയൊക്കെ നിങ്ങൾ എത്ര മസാല തയ്യാറാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബോണ്ടയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാറ്റർ ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ബോണ്ട ഫ്രൈ ചെയ്യുന്ന ടൈമിൽ എണ്ണ കുടിക്കും. അതുപോലെ നമ്മൾ വിചാരിച്ച പോലെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് അല്പം തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതേ രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് ബോണ്ട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുറംവശം കുറച്ച് ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മസാല ഇവിടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ബോൾസുകളാക്കിയിട്ട് വെക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ മുഴുവൻ ബോൾസും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടാകുന്ന സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലോട്ട് ഇതുപോലെ ഓരോ ബോൾസുകളും ഇട്ട് കൊടുക്കണം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോ ബോളും നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം. തീ കുറച്ച് വെക്കരുത്. അങ്ങനെയാകുമ്പം ബോണ്ട ഓയിൽ കുടിക്കും. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്റർ ഇതുപോലെ തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ലൂസായി പോയി കഴിഞ്ഞാലും
ബോണ്ടയ്ക്ക് ഓയിൽ കുടിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതുപോലെ പരന്ന പാത്രത്തിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സ്നാക്ക് ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ കുറഞ്ഞ ഓയിൽ മാത്രമേ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൽ നിറയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തമ്മിൽ ഇത് ഒട്ടിപ്പിടിച്ച പോലെ തോന്നുമെങ്കിലും അത് പ്രശ്നമാക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് വേർതിരിഞ്ഞ് വന്നോളും. നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന ടൈമിൽ ഇതൊക്കെ വേർതിരിഞ്ഞ് വന്നോളും. ഇനി ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റിയാണ് ഈ കിഴങ്ങ് ബോണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിച്ചവർക്ക് അറിയാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ റമദാനിൽ തന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. കണ്ടല്ലോ, ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റിയിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ ബോണ്ടയും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ? അതുപോലെ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.